അല്ല ഫ്രണ്ട് പുതിയ വ്ളോഗ് ഞങ്ങൾ ഫസ്റ്റ് തവണ വീഡിയോ ആണ്. എടുക്കാനൊന്നും അറിയുന്നില്ല, അത് വെറുതെ ആയിട്ട് എടുക്കന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ അളിയന്റെ വീട്ടിൽ വന്നാണ്. അപ്പോ ഓളെ വീട്ടിൽ കുറെ വിളിക്കുന്നു, ഇപ്പൊ ഇങ്ങനെ വന്നാണ്. ഇപ്പൊ ഫസ്റ്റ് ഓൺ വൈസ് വീഡിയോ ആണ്. ഇത് ഓളെ വ്ളോഗാണ്, പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ആഗ്രഹം. അപ്പോൾ വന്നൊരു വ്ളോഗ് എടുത്ത് കൊണ്ടാന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ എടുക്കാൻ വേണ്ടി വന്നതാണ്. വലിയ അറിവൊന്നുമില്ല ഇതില്, അങ്ങോട്ട് എടുക്കന്നെ. ഇപ്പൊ അവള് ബ്ലോഗാണ്, എല്ലാവർക്കും അതായത് ചെറിയ നോമ്പുറ. ഞങ്ങള് കുറച്ചാൾക്കാർ മാത്രല്ല നോമ്പ് തറ, 4-5 ആള് മാത്രമല്ല അമ്മ, നമുക്കത് മതിയില്ല, ധാരാളം. ഞങ്ങളെ അളിയൻ വരുന്നുണ്ട്, അവൻ വന്നു കഴിഞ്ഞിട്ട് പരിപാടി. ഇതാണ് ഞങ്ങളെ ചുട്ടുമണി നല്ല തിരക്കിലാണ്. അവന്റെ ലോകത്തില് അവന്റെ യാമിനി ഓർത്ത് നിക്കാണ്. ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ്. അപ്പോ അടുത്ത അതുപോലെ ബ്ലോഗിൽ ഇടാൻ വേണ്ടി മാത്രം കേട്ടോ. ഇതൊക്കെ ഉമ്മ ഓൾറെഡി കേച്ചാണ്. സത്യം പറഞ്ഞാല് ഇയാളാണ് ഇതിന്റെ മെയിൻ ആള്, എല്ലാ പണി ഇയാളാണ് ചെയ്യുന്നത്. നിങ്ങളെന്താ പറഞ്ഞത്? നിങ്ങളെന്താ ഇടയിൽ പറഞ്ഞല്ലോ, നാണം കെടുത്തി ഉമ്മ. ഇത് നിങ്ങൾ കരുതും ഇതിന്റെ വീടാണെന്ന്, പക്ഷെ ഇതിന്റെ ഹസ്ബൻഡ് ഹൗസ് ആണ്. ഇത്രയും ഫ്രീഡം ഹസ്ബൻഡ് ഹൗസ് ആക്കി. അതെ, ഞങ്ങളെ അളിയന്റെ വീടാണ്, അതായത് നിങ്ങളെ കെട്ടിച്ച വീടാണ്. ഇവിടെ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാം, എന്തും ചെയ്യാം. ഇപ്പോ ഇവിടെ ലാസ്റ്റ് നോമ്പ് കഴിയില്ലപ്പോ എല്ലാരും ഇങ്ങോട്ട് വന്നു. വെറുതെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. എന്നാ എടുത്തോ. ഇത് ഞങ്ങളെ കല്യാണമൊക്കെയാണല്ലോ. എന്തതിനെ ഇവിടെ ഉറക്കി കിടത്തിന്ന് ഒരുത്തന കേട്ടോ. അവന്റെ കാലമൊക്കെ എവിടെ കിടക്കണൊക്കെ. ഇത് എന്ത് കടത്തനാണ്? എന്താപ്പത്? എന്താണ് കാലൊക്കെ ഓന് എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓന് എണീച്ച് പോ കേട്ടോ. എണീച്ച് അങ്ങനെ എൻ്റെ ചെക്കൻ എണീച്ച് അങ്ങനെ ഓനെ നടത്തി കഴിഞ്ഞ് ഇനി ഓനെ നോക്കണം കുറച്ചു നേരം. അതായത് ഇൻ്റെ ഡ്യൂട്ടി. എന്താ ഈ പരിപാടികളൊക്കെ? സമൂസ ഉണ്ടാക്കാൻ വേണ്ടി ഒനിയും കട്ട് ചെയ്തോണ്ടിരിക്കാണ്. അങ്ങനെ അവളെ ചെറുക്ക എണീച്ചില്ല, അവനെ കഴിഞ്ഞിപ്പോ കുറച്ചു നേരം ഒന്ന് നോക്കണം. ഓൻ എണീക്കാൻ വേണ്ടി ചെയ്യുന്നു. എന്തു പറയുന്നു ഓനെ ഉണർത്തിയതിൽ? ചെറുതായിട്ട് എണീച്ച് ഇവിടെ അശ്വനേട്ട പൊണ്ണുമണി എണീച്ച. എവിടെയാണ്? എവിടെയാണ്? നമ്മള് ബ്ലോഗിലാണ്. കണ്ടോ മാമന്റെ കയ്യും പിടിച്ചിക്കുക. അങ്ങനെ ഓനെ നടത്തി കഴിഞ്ഞത്. അങ്ങനെ ഞാൻ അടുത്ത പണിയായിട്ട് പോകുന്നത്. ഒനിയം കട്ടിക്കുന്നത് കോലപ്പത്. എന്തായിട്ട് സിനിമ തല്ലിയോ? ഹലോ ഗൈസ്, ഞങ്ങൾ എണീച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞു. മാമന്റെ ഡ്യൂട്ടിയാണ് പാല് കൊടുക്കേ. അമ്മാതി ഉറങ്ങിയത്. എത്ര നേരമായി ഉറങ്ങിയിട്ട്? സാധാരണ പതിവില്ല ഈ ഉറക്കം. പൂച്ചോർക്ക ഞങ്ങൾ ഉറങ്ങല്. ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടോ നോക്കുന്നിടത്തിപ്പോ കയറ്റിയാണ്. ഇവിടെ നല്ല ചുറ്റൽ പരിപാടിയിലാണ് ഉമ്മയും മോളും. അവൾക്ക് ഭയങ്കര ഭാവി 2 ഉമ്മമാരാണ്. ഞാനേ ഇവിടെ നിന്ന് പോന്നിട്ട് എടുത്ത ഭയങ്കര കരച്ചിലാണ്. എന്താണ് കഷ്ടപ്പെട്ട് മറിയാനാരാ പറഞ്ഞേ? അശ്വനി കാലം കണ്ടോ? അവനോട് ഇവിടുത്തെ ആദ്യമാണ്, അവനാണ് ഇവിടുത്തെ മെയിന്. കണ്ടോ? നമ്മളെ നോമ്പ് തുറക്കാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം അപ്പൊ ഒക്കെ റെഡിയാക്കി വെക്കാണ്. ഇപ്പൊ 6:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അപ്പളേക്കൊക്കെ സെറ്റാക്കി തിന്നേ. അല്ല ഹലോ തുറക്കാം. അങ്ങനെ പൊട്ടൻ വന്നു.
പോണ് ഞങ്ങളെ മെയിൻ ആള് കേട്ടോ. ഒരു നോമ്പറപ്പിക്കാൻ എത്താറിഞ്ഞാല് എപ്പോഴും ആൾക്കാരോട് ഓരോ വാഗ്ദാനങ്ങൾ നൽകും. 10 മിനിറ്റ് കൊണ്ട് എത്താറിഞ്ഞാല് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരും. ഇവരാണ് ആള്. അവനക്ക് നാണോ തരേ ക്യാമറ ഫിയർ ആണ്. നോമ്പുണ്ടായിരുന്നു ഒന്ന് അണ്ണാച്ചേന്റെ പറ്റുള്ളൂ. ഇവനും പെണ്ണ് ആലോചിക്കണ്ട്. അപ്പൊ നല്ല കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ അവന്റെ നമ്പർ ഇതാണ്. ഈ നമ്പർക്ക് കോണ്ടാക്ട് ചെയ്യട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാം കേട്ടോ ഗൈസ്. അപ്പൊ നമ്പർ ആരും മറക്കണ്ടില്ലേ? ഒന്നുകൂടി പറഞ്ഞ സനിയോ പറഞ്ഞെടുക്കേ, അല്ലെങ്കിൽ അത് നമ്പർ എല്ലാവർക്കും കിട്ടും. വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. വാർപ്പ് കഴിഞ്ഞ വരവാണ്. 2 ഉമ്മമാര് കഴിക്കുകയാണ് ഗൈസ്. ഞാൻ തിന്നോളാം.